ഭയങ്കര മധുരവും ഭയങ്കര ടേസ്റ്റും. ഇത് അടിപൊളി ഉണ്ടല്ലോ, നല്ല അടിപൊളി നാട്ടുമാങ്ങ. ഇതെന്തോ മാങ്ങയാമി? ഞങ്ങൾ ഈ പാട്ടൊക്കെ പാടി ഇത് എങ്ങോട്ട് പോവാന്നല്ലേ, അത് ഞാൻ ഇപ്പൊ പറയാട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണേ. നമ്മള് നമ്മുടെ മാമന്റെ വീട്ടില് മാങ്ങ പറിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ബാബു മാമന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഞങ്ങൾ ചെന്നത് നല്ല സമയത്താട്ടോ, കാരണം എല്ലാവരും ഒന്നിച്ചുള്ള സമയത്തല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയേട്ടോ. മാമനും മാമിയും കുട്ടുസണ്ണനും എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് ഉടനെ തന്നെ ഉണ്ണിയണ്ണൻ പിള്ളേരെയും ബാറ്റ് വാങ്ങി കളി തുടങ്ങി കേട്ടോ. ആള് വലുതാണെങ്കിലും ആളുടെ മനസ്സ് ചെറുതാട്ടോ. ഗ്രൗണ്ടിൽ പോകാൻ ഇറങ്ങിയ കുട്ടൂസണ്ണനെ ഞങ്ങൾ അവിടെ തന്നെ പിടിച്ചു നിർത്തി കേട്ടോ. പിന്നെ അങ്ങോട്ട് സംസാരമൊക്കെ ആയി. അതിന്റെ ഇടയ്ക്ക് ഇതാ കിട്ടിയ മാങ്ങിയാട്ടോ. ഇത് നല്ല അടിപൊളി നാട്ടുമാങ്ങ. ഭയങ്കര മധുരവും ഭയങ്കര ടേസ്റ്റും. ഇത് അടിപൊളി ഉണ്ടല്ലോ. ഞങ്ങള് മാമന്റെ വീട്ടിൽ പോയതിന്റെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ. മാങ്ങ പറിക്കാനാണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷെ ഈ മാങ്ങയൊക്കെ പറിച്ച് തരാന്ന് പറഞ്ഞ ആള് ഞാൻ വഴിയെ കാണിച്ചു തരാം. ആള് സമയമായപ്പോ മുങ്ങി കേട്ടോ, മാറി എങ്ങ് നിന്നു. അവസാനം പാവം എന്റെ ഉണ്ണിയണ്ണനെ കൊണ്ട് അത് മൊത്തം പറിപ്പിച്ചു കേട്ടോ. ഉണ്ണിയണ്ണൻ മാത്രം അല്ലായിരുന്നു കേട്ടോ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്. അമ്പിളിമാമിയും ഞാനും കുട്ടൂസണ്ണനും നിധിയും ഞങ്ങളെല്ലാരും കൂടെ ഒന്നിച്ചാട്ടോ മാങ്ങ പറിച്ചത്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ല, അതാട്ടോ എനിക്ക് ഈ ഒരു നിമിഷത്തിൽ ഓർമ്മ വരുന്നത്. കാരണം എല്ലാരും കൂടെ ചേർന്നപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നു. ഇത് നല്ല മാങ്ങ. സത്യത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് മാങ്ങ പറിക്കുകയും മാങ്ങ നുള്ളി പറിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കിട്ടിയ സന്തോഷം അത് വേറെ ലെവല് തന്നെയാട്ടോ. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ സഹായിക്കാൻ വന്ന എവനും കിട്ടി കേട്ടോ പണി. അവനെ ഉറുമ്പൊക്കെ കടിച്ചു പറിച്ചെന്നാ അവ ഈ പറയുന്നത്. പിന്നെ നമ്മുടെ തമ്പുരുവിന്റെ കാര്യം പറയേണ്ടല്ലോ, മൊത്തം ഉറുമ്പ് അവന്റെ മേത്തായിരുന്നു. ഒടുവിൽ നമ്മളെ പരിശ്രമത്തിന് ശേഷം നമുക്ക് കിട്ടിയ മാങ്ങയാട്ടോ ഇത്രയും. ഇതെല്ലാം എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. അപ്പൊ ഇതാ കഷ്ടപ്പെട്ടതല്ല അവരാട്ടോ. അതിന്റെ ഇടയ്ക്ക് കുട്ടൂസനം കുറച്ച് മാങ്ങയൊക്കെ പറക്കൊണ്ട് വന്നു. ഇത്രയും മാങ്ങ ഒന്നിച്ച് കണ്ടപ്പോൾ എന്റെ കിളി പോയി കേട്ടോ. അതിനുശേഷം ഉണ്ണിയേണ്ട എന്താ വീണ്ടും കൊണ്ടുവന്ന് കുറച്ച് മാങ്ങ. ഇഷ്ടം പോലെ മാങ്ങ പറിക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ പറിച്ചു കേട്ടോ. അങ്ങനെ പറിച്ചിട്ട് ക്ഷീണിച്ച് നിൽക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പണിയെടുത്തവരുമുണ്ട്, പണിയെടുക്കാത്തവരുമുണ്ട്. കൊണ്ടുകൊടുത്താൽ 10-150 രൂപ കിട്ടും. ഒടുവിൽ മാങ്ങ ചന്തയിൽ കൊടുക്കണോ അച്ചാറിടണോ എന്നുള്ള നിഗമനത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് ജാമ്പയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജാമ്പ മരത്തിന്റെ അടുത്തോട്ട് ഞങ്ങൾ ചെന്നു. ഞങ്ങൾ രണ്ടുപേരും കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ കുട്ടൂസനം പറഞ്ഞു, ബാ അപ്പുറത്ത് വേറൊരു ജാമ്പയ്ക്കുണ്ട്, അതിന്റെ ഭംഗി അളക്കാം. ഇത് ഉണ്ണിമോക്കും ഉണ്ണിയണ്ണനും കൂടെ മാമി തന്നതാ. കന്നിമാങ്ങിയോ നാട്ടുമാങ്ങ. ഇങ്ങോട്ട് വന്ന് പറ, കേക്കത്തില്ല. ഇങ്ങ് വാ. അങ്ങനെ അവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ അമ്പയാമി കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ പച്ചക്ക് കഴിക്കാനും എടുത്തോണ്ട് തന്നു കേട്ടോ. പിന്നെയും നമ്മുടെ കലാപരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം പിന്നെ തീറ്റയോട് തീറ്റയായിരുന്നു. അതും ഇതും ചപ്പും ചവറും എല്ലാം കണ്ടത് വാരി വലിച്ച് ഞങ്ങൾ തിന്നു കേട്ടോ. ആദ്യം കണ്ട ചമയ്ക്ക് കാട്ടി അടിപൊളി ചമയ്ക്കായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മൾ പച്ചമാങ്ങയും ഉപ്പിലിട്ടതും എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും മിസ്സാക്കി കളയരുത്, കാരണം നമ്മുടെ സ്നേഹത്തോടെ നമ്മുടെ അമ്പയാമി നമുക്ക് കൊണ്ട് തന്ന സാധനമാണ്. അപ്പൊ നമ്മൾ വേസ്റ്റ് ആക്കരുത്. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടെ, അറിയാവുന്ന ഒരു കമന്റ് ബോക്സ് പറയണം കേട്ടോ. ഇച്ചിരി വലിയ ചാമ്പയ്ക്കാണ്. എങ്ങനെയുണ്ട് മാങ്ങ കഴിച്ചിട്ട് അഭിപ്രായം പറ. പിന്നെ നമ്മള് രാജുബായി ഇട്ട ഉപ്പിലിട്ട മാങ്ങയും കഴിച്ച് ചാമ്പയ്ക്കൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ വേറൊരു കാര്യം ഓർത്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു മാങ്ങ പറിച്ചിരാന്ന് പറഞ്ഞിട്ട് നമ്മൾ പറ്റിച്ചു പോയ ഒരാൾ. ആ ആളാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, നമ്മുടെ സ്വന്തം രാജുമാമൻ. ചാച്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങളുടെ താരേച്ചിന്റെ അച്ഛനാട്ടോ. ഗൾഫിൽ നട്ട ജാമ്പ മറ്റേ നിന്ന് ഞങ്ങൾ എൻജോയ് ചെയ്ത് ജാമ്പൊക്കെ അന്നാണ് നട്ട് വളർത്തിയുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അത് ഉണ്ണിമാമൻ
നമ്മൾ ഫ്രണ്ടിൽ വന്ന് ഇതാണ് നമ്മുടെ സ്വന്തം ബാബു മാമൻ, പിന്നെ ഇത് രാജു മാമൻ, ഇത് ഉണ്ണിയണ്ണൻ, ഇത് തമ്പുരു, ഇത് നമ്മുടെ കുട്ടൂസണ്ണൻ. ഞങ്ങൾ അങ്ങനെ പോവാന്ന് പറഞ്ഞിറങ്ങിയപ്പോഴാണ് അമ്പിളിമാമി വീണ്ടും വിളിക്കുന്നത് മാങ്ങയും ഉപ്പും മുളകും ഒക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അതും കൂട്ടി ഒരു പിടി പിടിച്ചു. അങ്ങോട്ട് കണ്ടിച്ചിടേണ്ട താമസം അവിടുന്ന് ഇവിടുന്ന് ഇല്ല ഒരു കൈ വരുന്നത് ഞാൻ കണ്ടുള്ളൂ കേട്ടോ. കുഞ്ഞു കൈയും വലിയ കൈയും എല്ലാം കൂടെ മിക്സ്ഡ് ആയിരുന്നു. പിന്നെ അങ്ങോട്ടൊരു ബഹളമായിരുന്നു. ആ മാങ്ങ കഴിച്ചിട്ട് അങ്ങോട്ട് മതി വരുന്നില്ലായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഉപ്പും മുളകും കൂടി ഇട്ടു. അത് മാത്രമല്ല മാങ്ങ ചെറുതായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിച്ച് തീരുന്നത് അറിയുന്നതേ ഇല്ലായിരുന്നു. ഇതാണ് നമ്മുടെ രാജമാമൻ, അതായത് താരേച്ചിന്റെ അച്ഛനെ കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര കമ്പനിയാണ്. ആള് വൈബാട്ടോ. എവനും കണ്ടില്ലേ, ഇതാട്ടോ കനി. എവൻ ഒരാളും കൂടെ ഉണ്ട്. ഒരു ടിങ്സ് ആണ് നിധി കനി, അതായത് നമ്മുടെ താരേച്ചിന്റെ മക്കളാട്ടോ. ക്യാമറ പോലും ശ്രദ്ധിച്ചില്ല. അതാ ഇപ്പോഴാണ് ആള് ക്യാമറ കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. കാരണം ഉണ്ണിമോളെ നമ്മൾ ഒരിടത്ത് ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവള് കരയും മുമ്പ് പോകണം. അങ്ങനെ കവറിൽ മാങ്ങയൊക്കെ ആക്കി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ പോകുമ്പോൾ കുറച്ച് സങ്കടമുണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേ ഇല്ല. എല്ലാവരുമായിട്ട് നല്ല അടിപൊളിയായിട്ട് സമയം പോകുന്ന അറിയത്തേ ഇല്ല കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ് നമ്മുടെ ബാബുമാമന്റെ വീട് കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയാൻ വേറൊന്നുമല്ല. കാരണം നമ്മുടെ ബാബുമാമനാവട്ടെ, അമ്പിളിമാമയാവട്ടെ, കുട്ടൂസണ്ണനാവട്ടെ, അപ്പൂസണ്ണനാവട്ടെ, അവരെല്ലാവരും നമ്മുടെ വൈബിനൊത്ത് നിൽക്കുന്ന ആൾക്കാരാട്ടോ. ഇനി ഗൈസ്, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ കുട്ടൂസണ്ണനെ ഇത്രയും സമയം നമ്മൾ പിടിച്ചു നിർത്തിയേക്കുമായിരുന്നു. ആള് ഗ്രൗണ്ടിൽ കളിക്കാൻ പോവാറുണ്ട് കേട്ടോ. ഇപ്പൊ സമയം ഒരു 4-4:30 മണി ആവുന്നുണ്ട്. അപ്പൊ ചെറിയ കാർമേഘം ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി. അതിന്റെ ഇടയ്ക്ക് ഇതാ ഇവരെ കണ്ടില്ലേ, ഇവർ ഗ്രൗണ്ടിലോട്ട് പോകുന്ന പോക്കാണ്. ഈ മഴയത്തൊക്കെ ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് കളിക്കുന്നതൊക്കെ നല്ല രസമല്ലേ. ആ കഥയൊക്കെ ഉണ്ണിയാണ് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ പറിച്ചിട്ട് ലക്ഷം വീട്ടിലോട്ട് പോവാണ്. കാരണം ഉണ്ണിമോൾ അവിടെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ മാമൻ്റെ വീട്ടിലോട്ട് പോയത്. മാമൻ്റെ വീട് ലക്ഷം വീടും തമ്മിൽ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. വലിയ ദൂരവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ പോകുന്ന വഴിയൊക്കെയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ലക്ഷം വീട്ടിൻ്റെ കുത്തൻ തേരിയാട്ടോ ഇത്. ഇവിടെ ഒരു കഥയുണ്ട്, വേറൊന്നുമല്ല. ഞാൻ ഗൾഫിനിയായിരുന്ന സമയത്ത് ഞങ്ങൾ സ്കൂട്ടി വരുന്നത് സമയത്ത്, ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് കിട്ടാതായി പോയിട്ട് വീഴാൻ പോയ ഒരു സ്ഥലവും കൂടിയാണ് ഈ ലക്ഷം വീടിൻ്റെ ഈ തേരി എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു പേടി സ്വപ്നമാണ് അന്നും ഇന്നും. സ്കൂട്ടിയിൽ ഇറങ്ങി വരുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും എന്നൊക്കെ ഓർത്തിട്ട് ഒരു ചെറിയ പേടിയാണ്. അത്രയ്ക്ക് കുത്തം കയറ്റുമാണ്. ഇറങ്ങി വരുമ്പോൾ പിന്നെ പറയേ വേണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം അനാമിക.